ഇവിടെ നോക്കിയാണ് നിങ്ങൾ കഞ്ചാവാണ് ഈ കിടക്കണേ കഞ്ചാവ്. അപ്പോൾ നമ്മൾ ഗാൻഡ്രോക്ക് പോകാൻ വേണ്ടി വണ്ടി പെർമിഷനും കാര്യങ്ങളും നോക്കാൻ വേണ്ടി വന്നതാണ്. സംഗതി പെർമിറ്റ് കിട്ടിയില്ലല്ലോ ഞങ്ങൾക്കോ? എന്തായാലും പറയണേ പൈസ കൊടുത്താണ്ട് അവിടെ എടുക്കണം. എത്ര റുപ്യ അവിടുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 1000 റുപ്യ ഓൺലൈന്, അത് OTP കാര്യങ്ങളൊക്കെ വരും. ഇനി ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏജന്റ് ഉണ്ട് അപ്പുറത്ത്, അതാണെന്നുണ്ടെങ്കിൽ 1200 റുപ്യ അത് പോയി വരാൻ. ഇതാണ് കഞ്ചാവ്. ഇത് ഇവിടെ ഒരു വിഷയം തന്നെ അല്ല തോന്നുന്നത്. വളർന്ന് പന്തലിച്ചിരിക്കണ്. ഇപ്പൊ നമ്മളെ നാട്ടിലോടെങ്കിലും ആയോക്കണ്ടേ? പൂരപ്പറമ്പേ കയറ രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ് മക്കളെ. നേപ്പാൾക്ക് വന്നാൽ കാണാൻ ഇഷ്ടംപോലെ സ്പോട്ടുകൾ ഉണ്ടല്ലോ മുനിയ, വീട്ടിലെ സ്പോട്ടുകൾ. അപ്പോൾ പെർമിഷനും കാര്യങ്ങളും എടുക്കണം പറഞ്ഞാണ്ട് ഇപ്പോൾ പെർമിഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ. ഗാൻഡ്രോക്ക് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പെർമിഷൻ എടുക്കണം അത്ര. അപ്പോൾ ആ പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. നമ്മളെ പെർമിറ്റിൽ സീൽ വെച്ച് തരാം കേട്ടോ നമ്മളെ ഇവിടുത്തെ ഓഫീസർ. താങ്ക് യു ബ്രദർ. അങ്ങനെ നമ്മൾ ഗാൻഡ്രോക്ക് കയറാട്ടോ മക്കളെ. കാണാൻ ഒരുപാടുണ്ട് മക്കളെ ഈ ദുനിയാവിൽ. അങ്ങനെ ഒരു സംഭവമാണ് ഈ സാധനം. എന്തെങ്ങള് എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി. എത്ര ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് നോക്കി. പടച്ചോൻ്റെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നും അല്ല കേട്ടോ. എത്ര ഇതൊക്കെ നോക്കിയാണ് നിങ്ങൾ. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നോക്കിയാണ് നിങ്ങൾ. എന്താ പടച്ചോൻ്റെ ദുനിയാവ് ഇങ്ങനെ നീണ്ട് പരന്ന് കിടക്കുക. അതും അത്രയും ഭംഗിയായിട്ടാണ് പടച്ചു വെച്ചിട്ടുള്ളത്. മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ. അങ്ങനെ കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും വേണ്ടില്ല ഗാൻഡ്രോക്ക് വില്ലേജ് ഏരിയയിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടങ്ങൾ എന്താ ഇവിടുത്തേക്ക് ബ്യൂട്ടി. ഇതാണ് ആ വില്ലേജ് മക്കളെ. ഇതാണ് ഏരിയ. മുന്നേ എങ്ങനെയുണ്ട്? ഓളപ്പം ഒരു 10-20 കിലോമീറ്റർ ഓഫ് റോഡ് പോലെയാണ് നമ്മൾ കയറി വന്നത്. സത്യം പറഞ്ഞാൽ പേടി ഉണ്ടായിരുന്നില്ലേ? നല്ല പേടി ഉണ്ടായിന്. പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മൾ എത്തിപ്പെട്ടു ഇവിടെ. അപ്പോൾ ഗാൻഡ്രോക്കുള്ള വഴിയാണിത്. ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെപ്പും മുയ്മനും കയറാനുള്ള തോന്നുന്നു മക്കളെ. ഏതാണ് കയറി വരുന്ന വഴി കണ്ടങ്ങള്. ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണോ. എന്താ സ്പോട്ട്. ഇതൊക്കെ കാണാതെ എങ്ങനെ. കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടില്ല ഇതൊക്കെ കാണണം. ഇവിടെ നോക്കിയാണ് നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു വ്യൂ. മുനിയ കയറ്റം വലിയണില്ല. ഫസ്റ്റ് ഗിയർക്കിട്. എൻ്റെ അമ്മ കണ്ടതൊന്നു റോസാപ്പൂവൊക്കെ ഇക്കോലം നിൽക്കണതേ എൻ്റെ അമ്മ കണ്ടാണ്ടല്ലോ. നമ്മളെ ഗുരും കോട്ടേജ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്പോട്ട്. ഗാൻഡ്രോക്കിൽ ഇതാണ് ആ സംഭവം. പക്ഷെ അപ്പുറത്ത് ശരിക്ക് മലകളൊക്കെ കാണേണ്ടതാണ്, ഹിമാലയം. പക്ഷെ അത് ശരിക്ക് കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ മേഘം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉള്ളതുകൊണ്ട് അതൊന്നും കാണില്ല ഗൈസ്. ഇപ്പം ഏറ്റവും ടോപ്പിക്ക് എന്തായാലും നടന്നുകൊണ്ട് നമ്മൾ എത്തിക്കണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മല കാണാനല്ല, മല സംഗതി കോട മൂടിയിട്ടാണ് കൊണ്ടുപോയിക്കണ്. ഇപ്പൊ സംഗതി എന്താ വെച്ചാൽ വന്നുകാണ്ട് പീറ്റയക്കണ്. അതൊന്ന് കാട്ടി തന്നാ കുഞ്ഞാനെ, അതൊന്ന് കാട്ടി കൊടുത്താ. സ്പോട്ട് കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ എത്തിക്കണ്. ഇതാണ് സംഭവം കണ്ടോ. ഇങ്ങനെ കാണണ്ട തെളിഞ്ഞു നിൽക്കേണ്ട സമയമാണ്. പക്ഷെ എന്താ വെച്ചാൽ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ കിടക്കുന്നത്. നമ്മുടെ ഒരു ടീം ഡാൻസ് കളിക്കുന്നുണ്ട്. റീൽസിനും എന്തിനും ആവശ്യത്തിനും വേണ്ടിയിട്ട് എടുക്കുകയാണ് സംഭവം. ഇതാണ് മെയിൻ വീഡിയോഗ്രാഫി മാഡം. ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കല്ല് തൊടുമ്പോ ചൂടുണ്ടോ? തണുപ്പാണ് അല്ലേ? അതുകൊണ്ടാണ് അവർ ഈ കല്ല് തിരഞ്ഞെടുക്കാനുള്ള കാരണം. മനസ്സിലായോ? അപ്പോൾ ഉള്ളിക്ക് നല്ല തണുപ്പേ കയറും വീടുകളുടെയൊക്കെ. അതിനും വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഈ കല്ല് വെച്ചിട്ട് സംഭവം ചെയ്തിട്ടുള്ളത്. കഞ്ചാവിന്റെ ഓണറെ കിട്ടിയത് ആളിതാണ്. നേപ്പാളി ദസാനതാ ഇവിടെ നോക്കിയാ നിങ്ങള്. മറ്റേ ചങ്ങായി പറഞ്ഞവര് ഇഷ്ടം പോലെ
ഇഷ്ടം പോലെ കിടക്കണില്ല നിങ്ങള് ഇഷ്ടം പോലെ കിടക്കുക. എന്താ കഞ്ചാവിന്റെ തോട്ടം എന്താലേ അത് നോക്കിയാല്. ഇതൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിലോ പോലീസുകാരെ എപ്പോ വന്ന് കൊണ്ടുപോയി വെച്ചത്. നല്ല ഇതുണ്ട് കേട്ടോ, ഹൈറ്റ് ഉണ്ട്. दाढ़ी कैसा है? अच्छा है? ഭായിക്ക് താടി, നമ്മളെ താടി ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ ബ്രോ, നൈസ് ടു മീറ്റ് യു. ഇന്നത്തെ കറക്കം കഴിഞ്ഞു. ഈ